ഹായ്, മഹേഷ് കെ നാരായണനാണ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ എങ്ങനെ സിമ്പിളായിട്ടൊരു ഫേസ് വരയ്ക്കാനുള്ളതാണ് പഠിച്ചത്. അത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഫേസിൻ്റെ ആ രൂപമാണ് വരച്ചത്. ഇത്തവണ നമ്മളൊക്കെ എങ്ങനെ അതിനെ ഒരു 1/3 ഒരു ചെരിഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാനുള്ളതാണ് കുറച്ച് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് അങ്ങോട്ട് വീഡിയോയ്ക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഫേസ് എങ്ങനെ ഈസിയായിട്ട് വരയ്ക്കാം എന്നുള്ളതാണ് ചെയ്തത്. ഇത്തവണ നമുക്ക് എങ്ങനെ ഒരു ഫേസ് ചരിഞ്ഞ് 1/3 ആയിട്ട് വരയ്ക്കാം എന്നുള്ളതാണ്. അതിനായി നമ്മളൊരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് മുകളിൽ കാണിച്ചിരിക്കുന്നത് പോലെ വൃത്തത്തിൻ്റെ നടുഭാഗത്ത് കൂടി ഒരു ലൈൻ വരയ്ക്കുക. പക്ഷേ ഈ ചിത്രത്തിൽ അത് ഏത് ഭാഗത്ത് വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ വരയ്ക്കാൻ പോകുന്ന മുഖം അല്പം ചെരിഞ്ഞുള്ളത് കൊണ്ട് ഈ വൃത്തത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ വര നമ്മൾ വരയ്ക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞുതരാം. വൃത്തത്തിൻ്റെ നടുഭാഗത്ത് തിരശ്ചീനമായിട്ട് ലൈൻ വരയ്ക്കുക. അതിലൊരു ഭാഗത്തിൻ്റെ അളവാണ് നമ്മൾ താഴെ വരയ്ക്കുന്നത്, താടിയുടെ ഭാഗം. ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. ഇനി ഇതിനെ ഒരു 3 ഭാഗമായിട്ട് തിരിക്കുക. നെറ്റിയുടെ ഭാഗം, മൂക്കിൻ്റെ ഭാഗം, താടിയുടെ ഭാഗം. പിന്നെ ഒരു ലൈനിൻ്റെ കണ്ണിൻ്റെ ഒരു ലൈന് നമ്മൾ കണ്ണിൻ്റെ എൻഡ് വരുന്ന ഭാഗത്തൂടെ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് തോന്നുന്നു. ഇനി കണ്ണിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താം. മൂക്കിൻ്റെ നടുഭാഗത്ത് ഒരു കണ്ണിൻ്റെ അളവ് വരുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചെരിഞ്ഞ് ഫേസ് വരയ്ക്കുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ അളവിൽ ചെറുതായിട്ട് വ്യത്യാസം വരും. അപ്പോൾ ആദ്യം കാണുന്നത് കുറച്ച് വലുതായിട്ടും ബാക്കിയുള്ളത് അതിനനുസരിച്ചിട്ട് കുറഞ്ഞു വരും. നമ്മളിപ്പോൾ പുരുകം വരച്ചു തുടങ്ങി. ഇനി മൂക്ക് വരയ്ക്കുക. മൂക്കിൻ്റെ എൻഡ് വരയ്ക്കേണ്ടത് കണ്ണിൻ്റെ തുടക്കം. മൂക്കിൻ്റെ എൻഡ് വരയ്ക്കേണ്ടത് കണ്ണിന് തുടക്ക ഭാഗത്തിനോട് പാരലായിട്ടാണ്. ഇപ്പോൾ ഒരു മൂക്കിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി കണ്ണ് വരയ്ക്കുക. മുഖം ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് കണ്ണ് അല്പം ചെരിഞ്ഞിട്ടായിരിക്കും. സാധാരണ ഐബോളൊക്കെ വരച്ചിട്ടാണ് കണ്ണ് വരയ്ക്കേണ്ടത്. കണ്ണിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഓരോ ഭാഗത്തെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്, അതെടുത്ത് കാണുക. ഇനി നമുക്ക് ചുണ്ട് വരയ്ക്കുക. ഈ ചുണ്ടിൻ്റെ ഭാഗവും ചെറുതായിട്ടൊക്കെ ചെരിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ചുണ്ടിൻ്റെ ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. ഈ രീതിയിൽ നമ്മൾ വരച്ച് പഠിക്കുകയാണെങ്കിൽ ഏത് പോസിലുള്ള മുഖം നമുക്ക് ഈസിയായിട്ട് വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ചെവി വരയ്ക്കാം. പുരുകത്തിൻ്റെ ലൈനും മൂക്കിൻ്റെ ഒക്കെ അതിനോട് നേർക്കായിരിക്കും ചെവി വരുന്നത്. മുഖം ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിനോടനുസരിച്ചിട്ടായിരിക്കും അത്. നമ്മുടെ കൈപ്പത്തിൻ്റെ അളവാണ് നെറ്റിയുടെ ഭാഗത്തിനും മൂക്കിനൊക്കെ ഉള്ളത്. കൈപ്പത്തി ഒന്ന് വെച്ച് നോക്കിയാൽ അറിയാം. 4 വിരലൊക്കെ ആണ് അതിൻ്റെ അളവ്. അതുപോലെ കണ്ണിനും ചെവിക്കിടയിലുള്ള ഗ്യാപ്പില്ലേ, അത് നമ്മൾ കൈപ്പത്തിൻ്റെ അളവാണ്.
ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഷെയ്ഡൊക്കെ ചെയ്തിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനി ആവശ്യമില്ലാത്ത ലൈനുകളൊക്കെ മായ്ച്ച് കളഞ്ഞ് വേണ്ട വരകളൊക്കെ നിലനിർത്തിയിട്ട് മായ്ക്കുക. അപ്പോൾ നമുക്കറിയാലോ ഏതോ ഒരു ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മളിപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അമർത്തി വരച്ചത്. അതുകൊണ്ടാണ് സാധാരണ വരയ്ക്കുമ്പോൾ HB പെൻസിലൊക്കെ ലൈറ്റായിട്ട് വരയ്ക്കും. അപ്പോൾ നമുക്ക് മായ്ക്കാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും. ഇതിപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രാക്ടീസൊക്കെ ആയി വരുമ്പോൾ ഈ ലൈനിൻ്റെ ഒന്നും പിന്നെ ആവശ്യം വരില്ല. കണ്ണിനൊക്കെ നമ്മൾ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അതേപോലെ കണ്ണിൻ്റെ മുകളിലൊരു ചുളിവ് ഉണ്ടാവും. ചുളിവൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കണ്ണിൻ്റെ ഇറകൾ അങ്ങനെ കറക്റ്റ് ഷെയ്ഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും ചിത്രത്തിൽ ചെയ്യേണ്ടത്. ഒരു ആ ഐബോളിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വെട്ടം വരുന്നുണ്ട്. നമ്മളെവിടെയാണ് എവിടെ നിന്നാണ് ലൈറ്റ് വരുന്നുള്ളത് നമ്മൾ ഡയറക്റ്റ് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ വരയ്ക്കാം. ഒരു സൈഡിൽ എന്തെങ്കിലും മാർക്ക് ടച്ച് മതി. ആ മാർക്കിനനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള അതിനൊക്കെ ലൈറ്റും ഷെയ്ഡൊക്കെ വരും. കണ്ണൊക്കെ വരയ്ക്കുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരയ്ക്കും. ഷെയ്ഡുകളൊക്കെ പല വിധത്തിലുള്ള ഷെയ്ഡുകളുണ്ട്. നമ്മളിങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളുണ്ട്, നല്ല ക്രോസ് ആയിട്ടുള്ള ഷെയ്ഡുകളുണ്ട്, നെൽമണി ഷെയ്ഡുകളുണ്ട്, പിന്നെ സ്ക്രിബിളായിട്ടുള്ള ഷെയ്ഡുകളുണ്ട്, പിന്നെ ടെമ്പർ ഈ സ്റ്റെമ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഷെയ്ഡുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഷെയ്ഡ് നമ്മൾ ഷെയ്ഡുകളെ കുറിച്ചിട്ട് തന്നെ ഒരു വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടെ തന്നെ നിൽക്കുക. നമ്മളെങ്ങനെ എന്താ പറയുക, കറക്റ്റായിട്ട് കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും വരയ്ക്കാൻ പറ്റുന്നുണ്ടാവും, പെട്ടെന്ന് മനസ്സിലാവും. അതോ മൂക്കൊക്കെ ഷെയ്ഡൊക്കെ വെച്ച് മൂക്ക് ഒന്ന് പൊന്തി വന്നു. അടുത്ത് നമ്മൾ ചുണ്ടാണ് ചെയ്യുന്നത്. ചുണ്ടിങ്ങനെ ചെയ്ത് വരാണ്. കഴിഞ്ഞ തവണ നമ്മളൊരു പുരുഷൻ്റെ മുഖമാണ് നമ്മൾ ചെയ്തത്. ഇത്തവണ നമുക്ക് ലേഡിയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് ചെറുതായിട്ട് തന്നെ മനസ്സിലാവും. ഇതിന് വേറെ ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങനെ സ്ത്രീ രൂപം പുരുഷൻ്റെ രൂപം എങ്ങനെ ചെയ്യാം, ഫേസൊക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഷെയ്ഡുകളിങ്ങനെ വയ്ക്കുന്നതോറും കണ്ടോ അങ്ങനെ മാറി മാറി വരുന്ന ഭാഗങ്ങളൊക്കെ ശരിക്കും ലൈനുകൾ ഉണ്ടാവില്ല. ലൈനുകൾക്ക് പകരം ഷെയ്ഡുകളായിരിക്കും. ഷെയ്ഡുകളോട് നമുക്ക് തോന്നുന്നതാണ് ഈ ലൈനുകളൊക്കെ ഉണ്ടായിട്ടുള്ള പോലെ. ഒക്കെ ഷെയ്ഡുകളാണ്. നമുക്കൊരു ഉരുണ്ട വസ്തുക്കളല്ലേ. ഏറ്റവും പണി ഉണ്ടായിരുന്നത് ഇങ്ങനെ എന്താ പറയുക, ഫേസ് വരയ്ക്കാൻ തന്നെ ആയിരുന്നു ആദ്യം. അത് നമ്മളിങ്ങനെ വരച്ച് ശീലിച്ച് എടുത്താണ്. നമ്മൾ ഡെയിലി ഒരു ഇതേപോലെ 19 സ്കെച്ചുകൾ വരെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 50-100 സ്കെച്ചുകളൊക്കെ ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലത്തൊക്കെ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ കൈകളൊക്കെ ഈസി ആയിട്ട് വഴങ്ങും. കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി. പെൻസിലിനോടുള്ള ഒരു ഇടപഴകൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഇത് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലൊരു നമ്മൾ കണ്ടിട്ട് പരിചയമുള്ള രൂപങ്ങളിലൊക്കെ ഒരു ത്രിമാന തലങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അത് അങ്ങനെ കാണുന്ന അപ്പോൾ ഒരു വസ്തു, ഇപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്നത് പറഞ്ഞാൽ ആ വസ്തു നമ്മുടെ മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ മുടിക്കൊക്കെ നമ്മൾ ഷെയ്ഡ് കൊടുത്ത് തുടങ്ങി. രൂപം മാറി വരുന്നത് കണ്ടോ. നമ്മളെല്ലാം 10B പെൻസിലൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ പെട്ടെന്ന് ഡാർക്കാവും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെ അടിയിലൊരു എന്താ പറയുക, എക്സ്റേ ഷീറ്റോ അതുപോലെ എന്തെങ്കിലും കനമുള്ള ഒരു പ്രതലത്തിൽ വെച്ച് വരച്ചാലും മതി. വരകൾ ഭയങ്കര അത്ഭുതമാണ്. ഒരു ഈ എന്താ പറയുക, ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു പേപ്പറിൽ ഒരു പിക്ചർ മൈക്കലാഞ്ചലൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളുടെ ഡേവിഡ് എന്ന ശില്പം ഉണ്ടായിരുന്നു. ആ ശില്പത്തിനെ അയാൾ കൊത്തിയെടുത്തത് ഡേവിഡിന് ആവശ്യമില്ലാത്ത കല്ലുകളാണ് കൊത്തിക്കളഞ്ഞുള്ളതാണ്. അതുപോലെ നമുക്ക് ആവശ്യമുള്ള വരകൾ മാത്രം വരയ്ക്കുക. അപ്പോൾ തന്നെ രൂപമായിട്ട് മാറും. ആ പേപ്പറിൽ ആ സാധനം കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പിക്ചറുകളുണ്ടായിരിക്കും പേപ്പറിൽ. അതിങ്ങനെ മാറ്റി രൂപം ചകഞ്ഞെടുക്കുക. ഷെയ്ഡുകളൊക്കെ വെക്കണ്ടോ, രൂപം ഇങ്ങനെ മാറി മാറി വരുന്നത് കുഴപ്പമില്ലാത്ത രീതിയിലേക്കൊരു ആയിട്ടുണ്ടെന്ന് തോന്നുന്നു.
അതുപോലെ തന്നെ നമ്മൾ നിരന്തരം വരച്ചുകൊണ്ടിരിക്കുക, നല്ല സ്റ്റഡി ചെയ്യുക. ഓരോ കാര്യങ്ങൾ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഏതൊക്കെയാണ് ഭാഗങ്ങൾ എന്നുള്ളതൊക്കെ നന്നായി സ്റ്റഡി ചെയ്യുക. പിന്നെ എന്താ പറയാനുള്ളതെങ്കിൽ, നമ്മൾ വരയ്ക്കുന്ന ഓരോ ചിത്രവും നമ്മളെ മാക്സിമം പെർഫെക്ഷനോട് കൂടി തന്നെ വരയ്ക്കുക. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ചെങ്കിൽ, നമ്മൾ പിന്നീട് നോക്കുമ്പോൾ നമ്മൾക്കറിയാം നമ്മളുടെ വരകളുടെ ഇങ്ങനെ മാറ്റം എന്താണെന്നുള്ളത്. ഏറെക്കുറെ ഈ ചിത്രം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ എൻ്റെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. തുടർന്നും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. അതുവരെ ബൈ, താങ്ക് യു.